വ്യാസൻ രചിച്ച മഹാഭാരതം വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതിനാലാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത്. 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം 874 ദിവസം കൊണ്ടാണ് പരിഭാഷ പൂർത്തിയാക്കിയത്. വിജ്ഞാനവിശേഷ രക്തച്ചെപ്പായിരുന്നു തമ്പുരാന്റെ തല എന്ന് പറഞ്ഞത് മഹാകവി വള്ളത്തോളാണ്. വെൺമണി പ്രസ്ഥാനത്തിൽപ്പെട്ട കവികളിൽ പ്രതിഭ കൊണ്ട് ഏറ്റവും അനുഗ്രഹീതനായിരുന്നു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കവിത എഴുതാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് സരസദ്രുത കവി കിരീടമണി എന്ന വിശേഷണവും അദ്ദേഹത്തെ തേടിയെത്തിയത്. പ്രശസ്ത കവി വെൺമണി അച്ഛൻ നമ്പൂതിരിയുടെയും കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞിപ്പിള്ള തമ്പുരാട്ടിയുടെയും മൂത്ത മകനായി 1864 സെപ്റ്റംബർ 18 അദ്ദേഹം ജനിച്ചത്. രാമവർമ്മ എന്നായിരുന്നു പേരെങ്കിലും കേളി കേട്ടത് കുഞ്ഞിക്കുട്ടൻ എന്ന ഓമന പേരിലാണ്. കൊടുങ്ങല്ലൂർ കോവിലകത്ത് അന്നത്തെ അന്തരീക്ഷം പഠനത്തിനും കവിത എഴുത്തിനും വളരെ യോജിച്ചതായിരുന്നു. വെൺമണി അച്ഛൻ, മഹൻ, കൊച്ചുണ്ണി തമ്പുരാൻ, കാത്തുള്ളിൽ അച്യുതമേനോൻ, നടുവത്തച്ഛൻ നമ്പൂതിരി, ശീവുള്ളി നമ്പൂതിരി തുടങ്ങിയ കവികളിൽ കൂടുതൽ തിളങ്ങിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനായിരുന്നു. 7-ാം വയസ്സിൽ കവിത എഴുതി. 16-ാം വയസ്സായപ്പോഴേക്കും കവിതാഭ്രമം കലശലായി. കത്തുകൾ പോലും പദ്യത്തിൽ എഴുതുമായിരുന്നു. ധാരാളം ദ്രുതകവിതാ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി. 16-ാം വയസ്സിൽ ഒരു കവിതാ പരീക്ഷയിൽ പങ്കെടുത്തു. 12 മണിക്കൂർ കൊണ്ട് ഒരു നാടകമുണ്ടാക്കുക എന്നതായിരുന്നു പരീക്ഷ. അങ്ങനെ രചിച്ചതാണ് സന്താനഗോപാലം. 1891 കൊടുങ്ങല്ലൂരിൽ നടന്ന കവിതാ പരീക്ഷയിൽ ഒറ്റ രാത്രി കൊണ്ട് രചിച്ചതാണ് 300 ശ്ലോകങ്ങളുള്ള നളചരിതം. 1893 പ്രസിദ്ധീകരിച്ച കവിഭാരതത്തിൽ കവികളെ കൗരവരും പാണ്ഡവരുമായി തരംതിരിച്ചിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവൃത്താന്തമാണ് തമ്പുരാന്റെ മദിരാശി യാത്ര. പച്ച മലയാള പ്രസ്ഥാനത്തിലെ പ്രമുഖ കൃതികളായ നല്ല ഭാഷയും പാലുള്ളി ചരിതവും തമ്പുരാൻ രചിച്ചതാണ്. ഹംസ സന്ദേശം എന്ന സന്ദേശകാവ്യം, കംസൻ എന്ന ഖണ്ഡകാവ്യം എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ്. കേരളത്തിൻ്റെ ചരിത്രം 30 സർഗങ്ങളുള്ള മഹാകാവ്യമാക്കാൻ ശ്രമം നടത്തിയെങ്കിലും 11 സർഗങ്ങൾ പൂർത്തിയാക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഭാണഭട്ടൻ്റെ കാദംബരി എന്ന കഥയ്ക്ക് അഭിനന്ദ മഹാകവി രചിച്ച സംഗ്രഹം കാദംബരി കഥാസാരം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. ലക്ഷ്മീദാസൻ്റെ ശുഗസന്ദേശ കാവ്യം ഭാഷാശുഗസന്ദേശം എന്ന പേരിലാണ് അദ്ദേഹം തർജ്ജമ ചെയ്തത്. കോകില സന്ദേശം, ശങ്കരാചാര്യ ചരിതം, ആശ്ചര്യചൂടാമണി, വിക്രമോർവശീയം, ഹരിശ്ചന്ദ്രോപാഖ്യാനം, ഭാഗവതം 4 സ്കന്ധം എന്നിവ കൂടാതെ ഷേക്സ്പിയറുടെ ഹാംലെറ്റ്, ഒഥല്ലോ എന്നിവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. 1913 ജനുവരി 12 കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അന്തരിക്കുന്നത്. അംബോപദേശം, ദക്ഷയാഗശതകം, തുപ്പൽ കോളാമ്പി, കൃതിരത്ന പഞ്ചകം, കേരളം 1-ാം ഭാഗം, ദ്രോണാചാര്യർ, ലക്ഷണാസംഗം, ചന്ദ്രിക, സീതാസ്വയംവരം, ഗംഗാവതരണം, ശ്രീമാന വിക്രമജയം, മാർത്താണ്ഡ വിജയം, മധുസൂദന വിജയം, ഘോഷയാത്ര എന്നിവ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ്.